ഇന്നെവിടെ പോകുന്നത് നമ്മള്? നമുക്ക് റൊട്ടാന പോയാലോ? റൊട്ടാന അടിപൊളിയാ കിട്ടും. 1.5 ആണല്ലേ? അതിന് ഇൻഷാല്ലാ അങ്ങോട്ട് പോട്ടെ. മനോബ ഓക്കെ അല്ലേ? ഓക്കെ. ഇന്ന് രാത്രി പുറത്തുനിന്നാണ് ഗൈസ് ഫുഡ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും പോവാണ്. റൊട്ടാനയിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല അടിപൊളി ബാർബിക്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഗൈസ് ഇത്. അങ്ങനെ നിയാസ്റ്റ് എങ്ങനെ ഫുട്ബോൾ കളിൻ്റെത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മളെ യാത്രകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ അധികം ചർച്ച ചെയ്യാറ്. ഈ കാണുന്ന ബർഗർ ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിന് അറിയപ്പെടുന്ന ബർഗർ ബിൽഡിംഗ് എന്നാണ്. കാരണം അതിന്റെ രൂപസാദൃശ്യം ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ റൊട്ടാനയിലെത്തി. നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണല്ലോ. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും കൈയൊക്കെ വാഷ് ചെയ്തു ഗൈസ്. അങ്ങനെ ഇതാ ഞാനും കൈ വാഷ് ചെയ്യുന്നു. ഇതാണ് അഹമ്മദിച്ച. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുക. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ അവിടെ എല്ലാ മെനുവും നോക്കിയിട്ട് നമ്മളെ മനസ്സിലുള്ള ഒരു ഫുഡ് അങ്ങോട്ട് പറയുന്നു. ചിക്കൻ ബാർബിക്യൂ. കാരണം ചിക്കൻ ബാർബിക്യൂ കഴിക്കാനായിട്ട് നമ്മൾ വന്നത്. അപ്പോൾ ഇവരുടെ റൊട്ടാനൻ്റെ ചിക്കൻ ബാർബിക്യൂ നല്ല ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പണ്ടെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ നിയാസ്ക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡെല്ലാം ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയേക്കും. അതിനുശേഷം ചൂടുവെള്ളം കൊണ്ടുവന്നു. സർവീസും കാര്യങ്ങളും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. നല്ല വൃത്തിയിലാണ് എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അങ്ങനെ തുടക്കം തന്നെ ഒരു ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നിങ്ങനെ കഥ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഫുഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ പുള്ളി നമുക്ക് കൊണ്ടു തന്നു. നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് അവർ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഉള്ളത് പറയാലോ, ചിക്കൻ കാണുമ്പോൾ തന്നെ സത്യം പറയാം നാവിന് കൊതി വന്നത് ഈ ബാർബിക്യൂ കണ്ടപ്പോൾ. ഉള്ളത് പറയാലോ, കഴിച്ചിട്ടില്ല, കണ്ടപ്പോൾ തന്നെ നാവിന് വെള്ളം ഊറുന്നുണ്ട്. കാരണം നല്ല രസമുണ്ട് കാണാൻ. ഇനി കഴിച്ച് നോക്കിയിട്ട് വേണം ബാക്കിയുള്ളത് പറയാൻ. നിയാസ്റ്റയാണ് ഫിഷ് കഴിക്കുന്നത്. നിയാസ്റ്റയ്ക്ക് മാത്രം ഫിഷ്, ബാക്കി എല്ലാവരും ചിക്കൻ ബാർബിക്യൂ ആണ് ഓർഡർ ചെയ്തത്. ഈ എക്സ്പെക്ടേഷനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫുഡ് കുടത്തി പെടൂല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഇത് കാണാനുള്ളൊരു ഭംഗി എന്നല്ലാതെ കഴിക്കാൻ ഒരു രുചിയില്ലായിരുന്നു. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ അവർ നമുക്ക് ഒരു സാലഡ് പോലും പ്രൊവൈഡ് ചെയ്തില്ല. ചില സാലഡായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു കുക്കുംബറോ അല്ലെങ്കിൽ ഒരു ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലും, ഒരു തക്കാളി എന്തെങ്കിലും ഇതിൻ്റെ കൂടെ അവർക്ക് തരാം. ഇത് ഇവർ നമുക്ക് അതൊന്നുമില്ല. ജസ്റ്റ് ഒരു ബാർബിക്കിൻ്റെ കൂടെ ഒരു കുബൂസും ഒരു മയോണൈസും. പിന്നെ ഫുഡ് പറ്റപ്പോക്ക, റെക്കമെൻഡ് ചെയ്യാനുള്ള ഫുഡൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച സാലഡാണ്. നല്ല വിശപ്പുള്ളതിനോണ്ടാണ് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ ഒരു വീഡിയോ കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഭക്ഷണം അത്രയും നന്നായിട്ടൊന്നല്ല. എന്നാലും മോശം നല്ല പറയുന്നത്. ഇല്ല, ഞാൻ പറയും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം വെച്ചാല് സംഭവം ചിക്കന് വില കുറവാണ്. കാരണം വെച്ചാൽ നമ്മളവിടെ പോയിട്ട് 15 ശരിക്കും നമ്മൾ കഴിച്ചതിന് ശേഷം അല്ലേ, പിന്നെ അല്ല നമ്മൾ അവരടുത്ത് കംപ്ലൈന്റ് ചെയ്യാനും നിന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ കംപ്ലൈന്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ. സത്യം പറഞ്ഞാ എനിക്ക് ഇതായില്ല. ഒന്നിച്ചാൽ വേറൊന്നും അല്ല, അതിൽ എന്തില്ല, സാലഡ് ഇല്ല. നമ്മൾ എവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയാലും ഒരു 6 രൂപേന്റെ ഫുഡ് കഴിച്ചാലും സാലഡ് കിട്ടും. എന്ത് പാർട്ടി കഷ്ണം എടുത്ത് വയ്ക്ക്, ഞാൻ എടുക്കൂ.